അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിപൂർണ ഈമാനിന്റെ ലക്ഷണമായ മഹബ്ബത്ത് അഥവാ റബ്ബിനെ മനസ്സുകൊണ്ട് ഉള്ളുകൊണ്ട് അറിഞ്ഞ് അവനെ സ്നേഹിച്ച് അവനെ പിൻപറ്റുന്ന അനുസരിക്കുന്ന മേഖല, അതിൻ്റെ മഹാത്മ്യങ്ങളൊക്കെ ഏറെക്കുറെ ഇവിടെ പറയുകയും നിങ്ങളെല്ലാവരും കേൾക്കുകയും ചെയ്തു. ഇനി ഈ വിഷയത്തിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശോധിക്കാനുള്ളത്, ആ മേഖലയിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അവന് ഇബാദത്ത് നടത്തുന്ന ശ്രേഷ്ഠകരമായ ആ സ്ഥാനത്തേക്ക് എത്താനുള്ള മാർഗമാണ് ഇനി നാം ആരായേണ്ടതും അന്വേഷിക്കേണ്ടതും. മുഅ്മിനീങ്ങളിൽ നിന്ന് ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നത്, ഈമാനിന്റെ ആനന്ദവും അഭിരുചിയും ഈ ലോകത്ത് വെച്ച് തന്നെ അനുഭവിക്കുന്നത്, പടച്ച തമ്പുരാനെ അറിഞ്ഞ് സ്നേഹിച്ച് വണങ്ങുന്ന വിഭാഗമാണെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി ആ ഈമാനിന്റെ മാധുര്യം നമുക്ക് ലഭിക്കാൻ, ഈ ലോകത്ത് വെച്ച് തന്നെ അതിന്റെ ആവേശവും ഉന്മേഷവും നമുക്കുണ്ടായി കിട്ടാൻ എന്താണ് മാർഗം എന്നതാണ് ഇനി നാം അന്വേഷിക്കേണ്ടത്. റബ്ബേ, നീ ഇഷ്ടപ്പെടുന്ന ആളുകൾ, നിന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകൾ, അവരാണല്ലോ ഇരുലോകത്തെയും ഭാഗ്യവാന്മാർ. അങ്ങോട്ട് ഈ പാവപ്പെട്ട എനിക്കും എത്തണമെന്ന ചിന്തയും അന്വേഷണവും ഓരോ മുഅ്മിനിനും ഇനി അനിവാര്യമാണ്. എങ്ങനെയാണ് മഹബ്ബത്തിന്റെ മേഖലയിൽ എത്തിപ്പെടാനുള്ള മാർഗം? എങ്ങനെയാണ് റബ്ബു തആലയെ സ്നേഹിച്ചുകൊണ്ട് അവനെ ഇബാദത്ത് ചെയ്യാനുള്ള കരുത്തും പ്രാപ്തിയും നേടാനാവുക? എങ്ങനെ അതിന് സാധിക്കും? അതിന് ഒരേ ഒരു വഴിയാണുള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഒരേ ഒരു വഴിയാണ് പരിശുദ്ധ ദീൻ, അള്ളാഹുവിന്റെ കലാം വരച്ചു കാണിച്ച ഒരേ ഒരു വഴി. അതെന്താ? സ്വന്തം മനസ്സിനോടും മൃഗീയ ഗുണങ്ങളുള്ള ശരീരത്തോടും സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് സമരത്തിനിറങ്ങുക തന്നെ. സ്വന്തം മനസ്സിനോട് യുദ്ധം പ്രഖ്യാപിച്ച് യുദ്ധത്തിനിറങ്ങുക. മൃഗീയ ഗുണങ്ങളുള്ള ദേഹത്തോട് സമരം പ്രഖ്യാപിച്ച് ആ സമരമാർഗത്തിലിറങ്ങുക. അള്ളാഹുവിന്റെ വലിമാർ മാതൃകായോഗ്യരായി നമുക്ക് മുന്നിൽ മായാത്ത മുദ്രകൾ പതിപ്പിച്ച് അള്ളാഹുവിന്റെ റിദ്വാനിലേക്ക്, അള്ളാഹുവിന്റെ സംതൃപ്തിയിലേക്ക് നടന്നു നീങ്ങിയ മഹാരഥന്മാർ, അവരെല്ലാവരും പടച്ച തമ്പുരാനിലേക്ക് നടന്നു നീങ്ങിയത് ഈ വഴിയിലൂടെയാണ്. ഏത് വഴിയിലൂടെ? ധർമ്മസമരത്തിന്റെ വഴി, സ്വന്തം മനസ്സിനോടുള്ള ജിഹാദിന്റെ വഴി, മൃഗീയ ഗുണങ്ങളുള്ള ശരീരത്തോടുള്ള സമരത്തിന്റെ വഴി. ആ വഴിയിലൂടെയാണ് മുൻഗാമികളെല്ലാം നടന്ന് മുന്നേറിയതും അള്ളാഹുവിലേക്ക് അവർ നടന്നെത്തിയതും എന്ന ചരിത്രപാഠം നമ്മുടെ മുന്നിലുണ്ട്. ഖീല ലി അബീ യസീദിൽ ബിസ്താമി റഹിമഹുല്ലാഹി മറ, ലോക ചരിത്രത്തിൽ പ്രസിദ്ധനായ മഹാനായ വലിയ, മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത മഹാനായ ആരിഫ് അബൂ യസീദുൽ ബിസ്താമി തങ്ങളോട് ആരോ വന്ന് ചോദിച്ചു, ഹദ്ദിസ്നാ അൻ മുശാഹദതിക മിനല്ലാഹ്, അല്ലയോ മഹാനവർകളെ, അങ്ങേക്ക് അല്ലാഹു വിലായത്ത് തന്നു, അല്ലാഹു അങ്ങയെ ആദരിച്ചിരിക്കുന്നു, ഇക്കാലത്ത് ജീവിക്കുന്ന മഹാന്മാരിൽ ഉന്നതരാണ് താങ്കൾ. അതുകൊണ്ട് ഹദ്ദിസ്നാ അൻ മുശാഹദതിക മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് താങ്കൾക്കുണ്ടായ അനുഭവങ്ങൾ, അല്ലാഹുവുമായി സ്നേഹിച്ച് ബന്ധപ്പെട്ട് പടച്ച റബ്ബിന്റെ സാമീപ്യം കിട്ടിയപ്പോൾ അങ്ങേക്കുണ്ടായ അനുഭവങ്ങൾ ഞങ്ങൾക്കൊന്നു പറഞ്ഞു തരാമോ? അക്കാലത്തുള്ള മുത്തഖീങ്ങൾ, മുഅ്മിനീങ്ങൾ
ആ മഹാമനുഷ്യന്റെ മുന്നിൽ സന്നിധിയിൽ ചെന്ന് ആവശ്യപ്പെട്ടു, ഹദ്ദിസ്നാ അൻ മുശാഹദതിക മിനല്ലാഹ്, പടച്ചവനെ സ്നേഹിച്ച് പടച്ചവനെ ഇഷ്ടപ്പെട്ട് റബ്ബിന്റെ സാമീപ്യം ഖുർബ് കിട്ടിയല്ലോ, ആ റബ്ബുമായിട്ടുള്ള ഇണക്കത്തിന്റെ അടുപ്പത്തിന്റെ ബന്ധപ്പെടലിന്റെ ആ രംഗങ്ങളും അവസ്ഥകളും അനുഭൂതികളും ഞങ്ങൾക്കൊന്നു പറഞ്ഞു തരണം. ഈ ചോദ്യം കേട്ടപ്പോ ഫസാഹ, മഹാത്മാവ് അട്ടഹസിക്കുകയാണ്. സുമ്മ ഖാല വൈലക്കും ലാ യസ്ലുഹു ലക്കും അൻ തഅലമൂ ദാലിക. റബ്ബിലേക്ക് ഞാൻ മുന്നേറി അടുത്ത് പടച്ചവനിൽ നിന്ന് എനിക്കുണ്ടായ അനുഭവങ്ങളല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? വൈലുക്കും, നിങ്ങൾക്ക് നാശം. ലാ യസ്ലുഹു ലക്കും അൻ തഅലമൂ ദാലിക, അത് അറിയാനും മനസ്സിലാക്കാനുമുള്ള കരുത്തും ശക്തിയും നിങ്ങൾക്കില്ല. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 10ാം ക്ലാസ്സിലെ പാഠം പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. അത് പറഞ്ഞു കൊടുത്താൽ ഗുണത്തിലേറെ അപകടമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ അനുഭവങ്ങൾ, എന്റെ ഈ അഭിരുചികൾ നിങ്ങളുമായി പങ്കുവെക്കുമ്പോ ലാ യസ്ലുഹു ലക്കും അൻ തഅലമൂ ദാലിക, അത് താങ്ങാനുള്ള കരുത്ത് നിങ്ങളെ കൽബിനില്ല. അതുകൊണ്ടത് പറയൂല. ഖീല ഫഹദ്ദിസ്നാ ബിഅശദ്ദി മുജാഹദതിക ലിനഫ്സിക ഫില്ലാഹ്. അല്ലാഹുവിൽ അനുഭവങ്ങൾ ഞങ്ങളോട് പറയാൻ പറ്റില്ലെങ്കിൽ വേണ്ട. നിങ്ങൾ ധർമ്മസമരത്തിന്റെ മാർഗത്തിൽ മുന്നേറിയപ്പോ, മനസ്സിനോടുള്ള യുദ്ധത്തിലൂടെ മുന്നേറിയപ്പോ, ഏറ്റവും വലിയ യുദ്ധം മനസ്സിനോട് നടത്തിയ സമരം ഏതായിരുന്നു എന്ന് ഞങ്ങൾക്കൊന്നു പറഞ്ഞു തരാമോ? അടുത്ത ചോദ്യം. അതിന് ആ മഹാൻ പറഞ്ഞത്, ഞാൻ അധ്വാനിച്ചതും കഷ്ടപ്പെട്ടതും ഇബാദത്ത് ചെയ്തതും എന്റെ ജീവിതത്തിലുണ്ടായ മുജാഹദയും മുറാഖബയും അത് നിങ്ങളുമായി പങ്കുവെക്കാനും പരസ്യപ്പെടുത്താനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അമലി ഇബാദത്തുകൾ പുറത്തു പറയുന്നത് അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ സ്വന്തത്തോട് ചെയ്ത വലിയ സമരം അത് നിങ്ങളോട് പറയാൻ എനിക്ക് പ്രയാസമുണ്ട്, പരസ്യപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട്. ഖീല ഫഹദ്ദിസ്നാ അൻ റിയാലത്തി നഫ്സിക ഫീ ബിദായതിക. മേൽ ചോദിച്ച 2 കാര്യവും പറയാൻ പറ്റൂലെങ്കിൽ ഞങ്ങൾക്കൊരു കാര്യം അറിയണം. ഹദ്ദിസ്നാ അൻ റിയാലത്തി നഫ്സിക ഫീ ബിദായതിക. അങ്ങ് അല്ലാഹുവിന്റെ ലോകത്തേക്ക്, അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അവന്റെ പൊരുത്തത്തിലേക്ക് നടന്നു നീങ്ങിയല്ലോ. ആ നടത്തം തുടങ്ങിയത്, അതിന്റെ പ്രഥമഘട്ടം, നിങ്ങൾ നന്നാകാൻ നിങ്ങൾ നടത്തിയ ശ്രമത്തിന്റെ ആദ്യഘട്ടം ഒന്ന് പറഞ്ഞു തരാമോ? ഞങ്ങൾക്കും വേണല്ലോ രക്ഷപ്പെടുക. ഞങ്ങൾ നേരം വെളുത്തു, വൈകുന്നേരമായി, ഭക്ഷണം കഴിച്ചു, ഇണ ചേർന്നു, ഇങ്ങനെ കാലചക്രം കറങ്ങുന്നു. ഞങ്ങളും മൃഗങ്ങളും തമ്മിൽ എന്താ മാറ്റം? അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗുരു, ഞങ്ങൾക്കൊന്നു പറഞ്ഞു തരണം. അങ്ങ് ഈ ഉന്നതമായ സ്ഥാനത്തേക്ക് നടന്നു വന്നപ്പോ ആ നടത്തം തുടങ്ങിയത് എവിടെ നിന്നാണ്? രക്ഷപ്പെടാൻ അങ്ങ് പരിശ്രമം നടത്തിയതിന്റെ തുടക്കം ഒന്ന് പറഞ്ഞു തരാമോ? ഖാല നഅം, അത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അത് നിങ്ങൾക്കറിയാനും മനസ്സിലാക്കാനും ആ വഴിക്ക് നടന്നു വരാനും നിങ്ങൾക്കും പറ്റും. അതുകൊണ്ട് പറഞ്ഞു തരാം. അബൂ യസീദുൽ ബിസ്താമി ലോകം കണ്ട ആരിഫുകളുടെ കൂട്ടത്തിൽ പ്രസിദ്ധനാണ്, പ്രമുഖനാണ്. ആ മഹാത്മാവ് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ അല്ലാഹു വല്ല നേട്ടവും എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് വല്ല അറിവും അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ, ആ അറിവ് ലഭിക്കാൻ ഞാൻ ആദ്യമായി ചെയ്ത പണി എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണത്? ദഅഉതു നഫ്സീ ഇലല്ലാഹ്. ഞാൻ ആദ്യം എന്ത് ചെയ്തു? ഞാൻ എന്റെ മനസ്സിനെ അല്ലാഹുവിലേക്ക് വിളിച്ചു. ദഅഉതു നഫ്സീ ഇലല്ലാഹ്. ദുനിയാവുമായി കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന എന്റെ മനസ്സിനെ സൃഷ്ടാവിലേക്ക് ഞാൻ ക്ഷണിച്ചു നോക്കിയപ്പോ ഫഹജമത് അലയ്യ ഫഹജമത് അലയ്യ ഫജമഹത് അലയ്യ. ഞാൻ എന്റെ മനസ്സിനെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചപ്പോ അത് എന്റെ ക്ഷണം സ്വീകരിച്ചില്ല, എന്റെ വിളിക്ക് ഉത്തരം തന്നില്ല. അത് ദുന്യാവിൽ തന്നെ കെട്ടിപ്പിണഞ്ഞു കിടന്നു. അങ്ങനെയാണല്ലോ.
പള്ളിയിൽ ശരീരം വന്നാലും നമസ്കാരത്തിന്റെ സ്വഫിൽ ശരീരത്തെ കൊണ്ടുവന്ന് നിർത്തിയാലും മനസ്സ് വെളിയിലെ കച്ചവടങ്ങളിലും ദുന്യാവിന്റെ കാര്യങ്ങളിലുമല്ലേ പ്രിയപ്പെട്ടവരെ? ആലോചിച്ചു നോക്കണം. ശരീരം പള്ളിയിലാണ്, സുഫ് ജുമഅ നമസ്കാരത്തിന്റെ ലൈനിനിടയിലാണ് തന്റെ ശരീരം നിലനിൽക്കുന്നത്. പക്ഷേ മനസ്സോ ദുന്യാവിലാണ്, കച്ചവടത്തിലാണ്, വ്യവഹാരങ്ങളിലാണ്. ഞാൻ എന്റെ മനസ്സിനെ അള്ളാഹുവിലേക്ക് വിളിച്ചപ്പോ ഈ മഹാനായ ജ്ഞാനി പറയാണ്, അത് വിമുഖത കാണിച്ചു, വൈമനസ്യം കാണിച്ചു, എന്റെ ക്ഷണം നിരസിച്ചു, അത് തിരിഞ്ഞു നിന്നു, ദുന്യാവിൽ തന്നെ കെട്ടിപ്പിണഞ്ഞു കിടന്നു. ഞാൻ വിട്ടില്ല. ഞാൻ എന്തു ചെയ്തു? ഫഅസംതു അലൈഹാ അല്ലാ അശ്റബൽ മാഅ സനാ വലാ അദൂഖൻ നൗമ സനാ. മനസ്സ് വിളിച്ചിട്ട് വരാതിരുന്നപ്പോ ഞാൻ പിന്നെ എന്താ ചെയ്തതറിയോ? ഞാനൊരു പ്രതിജ്ഞ എടുത്തു. ഭക്ഷണ കാര്യത്തിൽ, അന്നപാനീയങ്ങളുടെ കാര്യത്തിൽ, ഉറക്കിന്റെ കാര്യത്തിൽ, വിശ്രമത്തിന്റെ കാര്യത്തിൽ 1 വർഷക്കാലം ഞാൻ കടുത്ത നിയന്ത്രണം വെച്ചു. ഭക്ഷണത്തിൽ നല്ല നിയന്ത്രണം വെച്ചു, വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ നിയന്ത്രണം വെച്ചു, ഉറക്കിന്റെ കാര്യത്തിൽ നിയന്ത്രണം വെച്ചു. അങ്ങനെ ഞാൻ എന്റെ ശരീരത്തോടൊരു മുജാഹദ നടത്തിയപ്പോ 1 വർഷമങ്ങായപ്പോ എന്റെ മനസ്സ് റബ്ബിലേക്ക് ഞാൻ വിളിച്ചതുപോലെ വരാൻ തുടങ്ങി. ഇതിനാണ് പ്രിയപ്പെട്ടവരെ റബ്ബ് തആല എനിക്കും നിങ്ങൾക്കും റമളാനിലെ വ്രതം നിർബന്ധമാക്കിയത്. ഇതാ നമ്മുടെ തൊട്ടുചാരത്ത് തന്നെ അയലത്ത് വെത്തി നിൽക്കുന്നു, ഇതാ സമാഗതമാകാൻ നിൽക്കുന്നു റമളാൻ വ്രതം. റമളാൻ വ്രതത്തിന്റെ പൊരുൾ മുജാഹദയാണ്, മുറാഖബയാകുന്നു. നമ്മുടെ മനസ്സിനെ ട്രീറ്റ് ചെയ്യാനുള്ള വഴിയാണ് അല്ലാഹു കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത്. എനിക്കൊരു സ്വഭാവം എൻ്റെ ഉമ്മ പെറ്റ് ഞാൻ വളർന്നു വന്ന അന്ന് തൊട്ട് ഇന്നോളം ഇനി മരിക്കോളൊരു സ്വഭാവമുണ്ട്. പടച്ചോൻ തൗഫീഖ് ചെയ്തത് ആർക്കും മാറ്റാൻ പറ്റൂല, ഞാൻ മാറ്റാൻ വിചാരിച്ചാലും നടക്കൂല എന്ന് ജൽപ്പിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കേട്ടോളൂ. നിങ്ങൾ ആ ഒരു സമീപനത്തോടെ മുന്നോട്ട് നീങ്ങിയാൽ, ജീവിച്ചാൽ, ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ നിങ്ങൾക്ക് നന്നാകാനോ രക്ഷപ്പെടാനോ സ്വർഗാവകാശിയാകാനോ സാധ്യമല്ല തന്നെ. എന്റെ ഈ സ്വഭാവം ഇത് ആരാലും മാറ്റാൻ പറ്റൂല, ഞാൻ വിചാരിച്ചാലും മാറ്റാൻ പറ്റൂല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു തീരുമാനത്തോടെ മുന്നോട്ട് പോയാൽ ഉറപ്പാണ് ഈമാനിന്റെ വഴിയുണ്ടാവില്ല. സ്വർഗത്തിലേക്ക് എത്താൻ മറ്റു മാർഗവും ആ മനുഷ്യന്റെ മുന്നിലുണ്ടാവുകയില്ല. അതിന് പരിശീലനം കൊടുക്കണം. ഇമാം ബൂസീരി റഹിമഹുല്ല പറഞ്ഞതുപോലെ വന്നഫ്സുക തുഫ്ലി ഇൻ തുഹ്മിൽഹു ശബ്ബഅല ഹുബ്ബിറാളി വ ഇൻ തുഫ്തിംഹു യൻഫതിമി. മനസ്സിനെ ഒരു ഉദാഹരണത്തിലൂടെ പഠിപ്പിച്ചു തരാണ് ഇമാം ബൂസീരി റഹിമഹുല്ല ബുർദയിലൂടെ. وَنَفْسُكَ طِفْلِ إِن تُهْمِلْهُ شَبَّ عَلَى حُبِّ الرَّضَاعِ وَإِن تُفْطِمْهُ يَنْفَطِمِ. وَالنَّفْسُ നിന്റെ മനസ്സ്, വന്നഫ്സു നിന്റെ മനസ്സ് കത്ത്ഫിലി ഒരു കൊച്ചുകുട്ടിയെ പോലെയാകുന്നു, കൊച്ചുകുട്ടിയെ പോലെ. ഇൻ തുഹ്മിൽഹു ശബ്ബഅല ഹുബ്ബിർറളാഇ വ ഇൻ തുഫ്തിംഹു യൻഫതിമി. കൊച്ചുകുട്ടി 2 വയസ്സായാൽ മുലകുടി നിർത്തും. 2 വയസ്സ് വരെയാണ് പരിശുദ്ധ ഖുർആനിന്റെ കാലയളവ്. ദീൻ പഠിപ്പിച്ച കാലതാണ്. ഇന്നിപ്പോ ഗ്ലാമർ പോകുമെന്ന് പറഞ്ഞിട്ട് കുപ്പിപ്പാല് കൊടുക്കുകയാണ് തള്ളമാർ. എന്തോ ആവട്ടെ, അത് മുലകുടി നിർത്തേണ്ട ഘട്ടം വരുമ്പോ മുലകുടി നിർത്തണം. എങ്ങനെയാണ് നിർത്തുന്നത്? കുട്ടിക്ക് മുലകുടി നിർത്തുന്നത് എങ്ങനെയാണ്? എങ്ങനെ? കുറച്ച് പ്രയാസമുണ്ട് അല്ലേ?
ആ ഉമ്മയുടെ മാറിടത്തിൽ കയ്പുള്ള വല്ല മരുന്നോ മറ്റോ ഒക്കെ തേച്ചുകൊണ്ട് എന്നാൽ തന്നെ കുട്ടി കുടിക്കാൻ വരും. രാത്രി ഉറങ്ങാതെ ശല്യം ചെയ്യും, കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ തള്ള എന്താ ചെയ്യുന്നത്? ഈ മുലകുടി നിർത്താൻ വേണ്ടി കുട്ടിയെ മാറ്റുകയാണ്. അവിടെ ഒരു പ്രയാസം നടക്കുന്നുണ്ട്. കുട്ടിക്കുണ്ട് പ്രയാസം, കുട്ടിയുടെ തള്ളക്കുണ്ട് പ്രയാസം, അല്ലേ? ഇങ്ങനെ ബുദ്ധിമുട്ടുമ്പോ 1, 2, 3, 4, 5 ദിവസങ്ങൾ കൊണ്ട് കുറച്ച് ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ടാണെങ്കിലും മുലകുടി നിർത്താൻ തീരുമാനിച്ച് അതിനു വേണ്ടി പരിശ്രമിച്ചാൽ ആ കുട്ടി അത് ഇട്ടേച്ച് മറ്റു ഭക്ഷണങ്ങളിലേക്ക് പോകും. നേരെ മറിച്ചോ തള്ള ശ്രമം നടത്തിയില്ലെങ്കിലോ ഈ കുട്ടി അങ്ങനെ വളരും. കുട്ടിക്ക് അമ്മിഞ്ഞ പാലിനോടുള്ള താല്പര്യം നിലനിൽക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ എന്തായി പറഞ്ഞത്? മനുഷ്യ മനസ്സിനെ പരിശീലിപ്പിക്കാതെ ഒരു കാര്യവും മനസ്സ് പഠിക്കൂല. മുലകുടി നിർത്താൻ തള്ളയും കുഞ്ഞും കഷ്ടപ്പെടുന്നത് പോലെ ഈ ദുഷിച്ച വികാരങ്ങളിൽ നിന്ന് മനുഷ്യ മനസ്സിനെ രോധിക്കാൻ ഒരു പരിശ്രമം അനിവാര്യമാണ്, ഒരു ശീലിപ്പിക്കൽ അനിവാര്യമാകുന്നു. ആ ശീലിപ്പിക്കൽ നടക്കുമ്പോഴാണ് രക്ഷപ്പെടുക. ഈ ആശയം തന്നെയാണ് റബ്ബ് തആല ഖുർആനിൽ പഠിപ്പിച്ചത്. സൂറത്ത് അൻകബൂത്തിന്റെ അവസാനത്തെ ആയത്ത് വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ വല്ലദീന ജാഹദൂ ഫീനാ. നമുക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, അല്ലാഹു പറയാൻ, നമുക്ക് വേണ്ടി നമ്മുടെ കാര്യത്തിൽ കഷ്ടപ്പെടുന്ന, ക്ലേശിക്കുന്ന, അധ്വാനിക്കുന്ന, പരിശ്രമിക്കുന്ന വിഭാഗം അവർ ആരായാലും ശരി, അല്ലാഹു പറയാ വല്ലദീന ജാഹദൂ ഫീനാ, നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾ ലനഹ്ദിയന്നഹും സുബുലനാ, ആ ആളുകളുടെ മുമ്പാകെ നമ്മുടെ വഴികളെല്ലാം നാം തുറന്നു കൊടുക്കും. നമ്മുടെ എല്ലാ കവാടങ്ങളും ആ ആളുകൾക്ക് മുമ്പിൽ നാം തുറന്നു കൊടുക്കും. ജ്ഞാനഭണ്ഡാരത്തിന്റെ സകല കവാടങ്ങളും അത്തരം ആളുകൾക്ക് മുന്നിൽ ഞാൻ കൊട്ടിത്തുറക്കും. ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മുടെ വഴിയൊക്കെ ആ മനുഷ്യന് നാം കാണിച്ചു കൊടുക്കും. അള്ളാന്റെ വഴി, അള്ളാന്റെ വഴി എന്നല്ല പറ, സുബുലാണ്, സബീലല്ല. സബീലാണ് ഒരു വഴി, സുബുൽ എന്ന് പറഞ്ഞ വഴികൾ. ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മുടെ എല്ലാ മാർഗങ്ങളും ആ മനുഷ്യർക്ക് നാം കാണിച്ചു കൊടുക്കും. എന്തായി പറയുന്നത്? ഹിദായത്ത് ഒരു വഴിയല്ലേ, സന്മാർഗം അല്ലേ, ഒരു ഹൈവേ ആണ് അല്ലേ. ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മുടെ സകല വഴികളും ആ മനുഷ്യന് നാം കാണിച്ചു കൊടുക്കുന്നതാകുന്നു. വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, നിശ്ചയം അല്ലാഹു നന്മയുടെ വക്താക്കളുടെ കൂടെയാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ, ഖാലൽ മുഫസ്സിറൂൻ, ഖുർആൻ വ്യാഖ്യാനിച്ച മുൻഗാമികളായ ഇമാമുമാർ ഹദീസിന്റെ വെളിച്ചത്തിൽ ഈ ആയത്തിന്റെ അർത്ഥം പഠിപ്പിച്ചു. ഖാലൽ മുഫസ്സിറൂൻ ഇന്ന ഹാദിഹിൽ ആയത നസലത് ഖബ്ലൽ അംരി ബിൽ ജിഹാദ്, ഈ ആയത്ത് ഇറങ്ങിയത് ജിഹാദിനുള്ള കൽപ്പന വരും മുമ്പാണ്. ജിഹാദിന് സായുധ സമരം കൊണ്ട് കൽപ്പിക്കപ്പെടുന്നതിന്റെ മുമ്പാണ് ഈ ആയത്ത് അവതരിച്ചത്. അതുകൊണ്ട് വല്ലദീന ജാഹദൂ ഫീനാ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവർ, ആയുധമെടുക്കുന്നവർ എന്ന അർത്ഥം ഈ ആയത്തിന് ശരിയാവൂല. കാരണം ഈ ആയത്തിറങ്ങിയത് ഖബ്ലൽ അംരി ബിൽ ജിഹാദ്, യുദ്ധത്തിനുള്ള കൽപ്പന വരുന്നതിന്റെ മുമ്പാണ് ഈ ആയത്തിറങ്ങിയത്. എന്തുകൊണ്ട്? ലികൗനിഹാ മക്കിയതൻ,
ലികൗനിഹാ മക്കിയതൻ, ഈ ആയത്ത് അവതരിച്ചത് നബിയുടെയും സഹാബത്തിന്റെയും മക്ക ജീവിതകാലത്താണ്. മക്ക ജീവിതകാലത്ത് യുദ്ധത്തിന് അനുവാദം ഇല്ല. മദീന ജീവിതകാലത്താണ് സായുധ സമരങ്ങൾ ഉണ്ടായതും അതിന് അല്ലാഹു അനുവാദം കൊടുത്തതും. മക്ക ജീവിതകാലത്താണ് ഈ ആയത്തിറങ്ങിയത്. അപ്പോ ജാഹദു ഫീന എന്ന ആയത്തിന് എന്താണ് അർത്ഥം? മുഫസ്സിറുകൾ പറഞ്ഞു തരുന്നു, ഫഹീന ഇദിൻ അൽ മുറാദു ബിൽ ജിഹാദി ഫീഹാ ജിഹാദുൻ നഫ്സ്. ഈ ആയത്തിൽ പറഞ്ഞ മുജാഹദ അത് സ്വന്തത്തോടുള്ള ധർമ്മസമരമാകുന്നു, മനസ്സിനെ നിയന്ത്രിക്കലാകുന്നു, മനസ്സിനെ പരിശീലിപ്പിക്കുന്ന യുദ്ധമാകുന്നു. ആയുധമെടുത്തിട്ടുള്ള യുദ്ധമല്ല, മനസ്സിനോടുള്ള യുദ്ധം. അതെങ്ങനെ? ഹസൻ ബസരി റഹിമഹുല്ല പറഞ്ഞു തന്നു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട്, അൽ ജിഹാദു മുഖാലഫത്തുൽ ഹവാ. നമുക്കൊക്കെ മുഹിബാകണ്ടേ, നമ്മുടെ ഈമാൻ പൂർണ്ണമാകണ്ടേ, ഫിർദൗസിന്റെ അഹ്ലുകാര് ഞാനും നിങ്ങളും ആകണ്ടേ? ആകണോ? ആകണമെങ്കിൽ അൽ ജിഹാദു മുഖാലഫത്തുൽ ഹവാ, ആഗ്രഹങ്ങൾക്കെതിരെ നിൽക്കലാണ് യഥാർത്ഥത്തിൽ ജിഹാദ്. ആഗ്രഹങ്ങൾക്കെതിരെ നിൽക്കുക, മനസ്സിന്റെ താല്പര്യങ്ങൾക്ക് എതിര് പ്രവർത്തിക്കുക. അത് ചിലപ്പോ അനുവദിക്കപ്പെട്ട കാര്യം പോലും വേണ്ടെന്ന് വെക്കേണ്ടി വരും. നല്ലൊരു പാർട്ടിയിലെത്തി, നല്ലൊരു പാർട്ടി, അവിടെ ഇങ്ങനെ വിഭവ സമൃദ്ധമായ ഭക്ഷണമൊക്കെ വിളമ്പി, അപ്പോഴാണ് കോഴി പൊരിച്ചത് നല്ല സ്മെല്ലടിക്കുന്നുണ്ട്, മുന്നിൽ ഇങ്ങനെ നിൽക്കുക. അപ്പൊ അതിൽ നല്ലൊരു പീസ് കണ്ടു. അപ്പൊ അത് ഏറ്റവും തനിക്ക് ഇഷ്ടപ്പെട്ട അത് എടുത്തിട്ട് അടുത്ത ആൾക്കാണ് വെച്ചു കൊടുക്കുക. മനസ്സിലായോ? മുജാഹദയുടെ ഒരു ഭാഗം മാത്രമായി പറയുന്നത്. തനിക്കിഷ്ടപ്പെട്ടത് കഴിക്കാൻ വേണ്ടി വായിൽ നിറയെ കപ്പലോട്ടാൻ വെള്ളം എന്നൊക്കെ പറയുന്നത് പോലെ അതിനോട് അത്ര നമ്മുടെ മൃഗീയ ഗുണമുള്ള ശരീരം ആശ പ്രകടിപ്പിക്കുകയാണ്. മുഖാലഫത്തുൽ ഹവാ, മനസ്സിനോട് എതിര് പ്രവർത്തിക്കുക, ആശയ്ക്ക് എതിര് പ്രവർത്തിക്കുക. അത് എടുത്തിട്ട് അടുക്കും, കുറച്ച് പ്രയാസം ഉണ്ടാവും. അങ്ങനെ നിരന്തരം ശ്രമിക്കുമ്പോ നിന്റെ അത്യാർത്തി മരിച്ചു പോകും, നിന്റെ വികാരങ്ങളെല്ലാം നശിച്ചു പോകും. അപ്പോഴാണ് നിന്റെ മനസ്സ് ഉടമസ്ഥന്റെ ലോകത്തേക്ക് പറന്നു പോവുക, സഞ്ചരിച്ചു തുടങ്ങുക. അൽ ജിഹാദു, ഈ പറഞ്ഞ ജിഹാദ് മുഖാലഫത്തുൽ ഹവാ, ആശയ്ക്ക് എതിര് പ്രവർത്തിക്കലാണ്. എന്ന് വെച്ചാല് ഹജ്ജിന് പോകണം എന്നൊരാശ, അതിനെതിര് പ്രവർത്തിക്കുക, അതല്ല. ഈ മൃഗീയ ഗുണങ്ങളുള്ള ശരീരങ്ങളുടെ ആശ, അതിന് പ്രവർത്തിക്കാം. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. ആദ്യം പ്രയാസം തരണം ചെയ്യേണ്ടി വരും. പിറകെ അത് പരിശീലനം സിദ്ധിച്ച് നേരത്തെ കുഞ്ഞിന്റെ മുലകുടി നിർത്തുന്നത് പോലെ മനസ്സിനെ അതിൽ നിന്ന് രോധിക്കാനും മാറ്റിയെടുക്കാനും വിശ്വാസിക്ക് തീർച്ചയായും സാധിക്കും. ഹസൻ ബസരി പറയുന്നു, ഇന്നർ റജുല ലയുജാഹിദു വമാ ലറബ യൗമൻ മിനദ്ദഹരി ബിസൈഫിൻ. ഒരു മുഅ്മിനായ മനുഷ്യൻ മുജാഹിദാണ്, ധീരയോദ്ധാവാണ്. എന്നാൽ വമാ ലറബ യൗമൻ മിനദ്ദഹരി ബിസൈഫിൻ, അവന്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും അവൻ ആയുധം എടുത്തിട്ടേ ഇല്ല, ആയുധം കൈകൊണ്ട് തൊട്ടിട്ടേ ഇല്ല, വാളെടുത്തിട്ടില്ല, ഈ കാലത്തെ ബോംബോ തോക്കോ ഒന്നും കയ്യിലെടുത്തിട്ടില്ല. എന്നാലും അവൻ ധീരമുജാഹിദാണ്, അവൻ അല്ലാഹു കബൂലാക്കിയ യോദ്ധാവാണ്. അങ്ങനെ എത്രയെത്ര യോദ്ധാക്കളാണ്, ആയുധം തൊടാത്ത യോദ്ധാക്കൾ, രണാങ്കണത്തിലേക്ക് കുതിരപ്പുറത്ത് പടച്ചട്ടയണിഞ്ഞ് അശ്വാരൂഢരായി നീങ്ങാത്ത യോദ്ധാക്കൾ. എത്ര യോദ്ധാക്കളുണ്ട് രണാങ്കണത്തിൽ, ശത്രുവിന്റെ വെട്ടേറ്റ് പിടഞ്ഞ് രക്തസാക്ഷ്യം വരിക്കാത്ത എത്രയെത്ര, സ്വന്തം വീട്ടിലെ ശയ്യയിൽ കിടന്ന് മൃത്യുവേ പുൽകിയ എത്രയെത്ര ശുഹദാക്കളാണ് എന്റെ ഉമ്മത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പടച്ചോൻ അത് തരട്ടെ നമുക്ക്. യുദ്ധത്തിനു പോകാതെ, യുദ്ധക്കളത്തിൽ വെച്ച് യുദ്ധം ചെയ്യാതെ, വീട്ടിലെ വിരിപ്പിൽ കിടന്ന് അന്ത്യശ്വാസം വലിച്ച എത്രയെത്ര ശുഹദാക്കളാണ് എന്റെ ഉമ്മത്തിൽ. ഏത് രക്തസാക്ഷിയത്? ഏത് യുദ്ധം ചെയ്തിട്ടുള്ള രക്തസാക്ഷിയാണിത്? ഇതാണ് ഖുർആൻ പഠിപ്പിച്ച മുജാഹദ. ആ മുജാഹദ എത്ര സ്ഥലത്ത് ഖുർആൻ അത് പറഞ്ഞു. സൂറത്ത് അങ്കബൂത്തിന്റെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വമൻ ജാഹദ ഫഇന്നമാ യുജാഹിദു ലിനഫ്സി ഇന്നല്ലാഹ ലഗനിയുൻ അനിൽ ആലമീൻ.
വമൻ ജാഹദ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് സമരം ചെയ്ത്, നിങ്ങളുടെ ദേഹേച്ഛകളോട് സമരം ചെയ്ത്, നിങ്ങളുടെ ആഗ്രഹങ്ങളോട് സമരം ചെയ്ത് നിങ്ങൾ നിലയുറച്ചു നിന്നാൽ ഫഇന്നമാ യുജാഹിദു ലിനഫ്സി, അതിന്റെ ഗുണം നിങ്ങൾക്ക് തന്നെയാണ്, അതിന്റെ നേട്ടം നിങ്ങൾക്ക് കിട്ടും. അള്ളാഹ് എന്താ? ഇന്നല്ലാഹ ലഗനിയുൻ അനിൽ ആലമീൻ, അള്ളാഹ്ക്ക് നിങ്ങൾ ആര്യ ഔദാര്യോ പ്രവർത്തനോ ഇബാദത്തോ സേവനോ ഒന്നും ആവശ്യമില്ല. ലോകവാസികളിൽ നിന്ന് പടച്ച തമ്പുരാൻ നിരാശ്രയനാകുന്നു. ഇന്നല്ലാഹ ലഗനിയുൻ അനിൽ ആലമീൻ. എന്തൊരാശയമാണ് അള്ളാഹുവിന്റെ കലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നെ ഓർത്തുകൊണ്ട്, എന്നെ കിട്ടാൻ വേണ്ടി, എന്നോടുള്ള സ്നേഹം കൊണ്ട് ആരെങ്കിലും പരിശ്രമിച്ചാൽ, ആരെങ്കിലും സ്വന്തം മനസ്സിനോട് ധർമ്മസമരത്തിലേർപ്പെട്ടാൽ ലനഹ്ദിയന്നഹും സുബുലനാ ഐ തുറുഖൽ വുസൂലി ഇലാ മർലാത്തിനാ. മുഫസ്സിറുകൾ ആ ആയത്തിന്റെ അർത്ഥം പറഞ്ഞു തന്നു. ലനഹ്ദിയന്നഹും സുബുലനാ, എന്റെ എല്ലാ വഴികളും ആ മനുഷ്യന് ഞാൻ കാണിച്ചു കൊടുക്കുന്ന റബ്ബ് പറഞ്ഞെടുത്ത് ഐ തുറുഖൽ വുസൂലി ഇലാ മർലാത്തിനാ, എന്റെ പൊരുത്തത്തിലേക്കുള്ള, എന്നെ സ്നേഹിക്കുന്നതിലേക്കുള്ള എല്ലാ വഴികളും ആ മനുഷ്യന് നാം തുറന്നു കൊടുക്കും. അപ്പൊ അള്ളാഹിനെ സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ ആദ്യം നാം നമ്മെ നിയന്ത്രിച്ച് ഈ മൃഗത്തെ ഒന്ന് അറുക്കണം. അതാണ് ഉലുഹിയ്യത്ത്, അതാണ് റമളാനിന്റെ പൊരുള്, അതാണ് വ്രതാനുഷ്ഠാനത്തിന്റെ പൊരുൾ അല്ലേ? ഉലുഹിയ്യത്ത് അതാണല്ലോ. ഉലുഹിയ്യത്ത് കേവലം ഒരു നാൽക്കാലിയെ അറുത്ത് അതിന്റെ ഇറച്ചി വിതരണം ചെയ്യൽ മാത്രമല്ല, അതിന്റെ പൊരുൾ എന്താണ്? മനുഷ്യൻ അവനിലുള്ള മൃഗത്തെ ബലി കഴിച്ചതിന്റെ പ്രതീകമാണ് ഉലുഹിയ്യത്ത്. ഓരോ അമലിനും അങ്ങനെ പൊരുളുകളും അർത്ഥങ്ങളും ഉണ്ട്. അത് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചു തന്നതാണ്. എന്നെ സ്നേഹിക്കുന്നതിലേക്കുള്ള, എന്റെ പ്രീതിയിലേക്കുള്ള, എന്റെ മർലാത്തിലേക്ക് എല്ലാ വഴികളും ആ മനുഷ്യർക്ക് നാം കാണിച്ചു കൊടുക്കും. അള്ളാഹു പറയാ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, ഇത്തരം മുഹ്സിനീങ്ങളുടെ കൂടെയാണ് അള്ളാഹു. അള്ളാഹ് എല്ലാരും കൂടിയുണ്ട്. തമ്മാടിയുടെ കൂടെണ്ട്, മുശിരിക്കിന്റെ കൂടെണ്ട്, കാഫിറിന്റെ കൂടെണ്ട്. അള്ളാഹുവിന്റെ നോട്ടത്തിൽ നിന്നോ പിടിയിൽ നിന്നോ ആർക്കും രക്ഷപ്പെടാൻ പറ്റൂല. പിന്നെന്തേ അള്ളാഹ് പ്രത്യേകിച്ച് ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞത്? അള്ളാഹു മുഹ്സിനീങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞത്? അള്ളാഹുവിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആർക്കും പറ്റൂലല്ലോ. അള്ളാഹു എല്ലാം നിരീക്ഷിച്ചുകൊണ്ടും വീക്ഷിച്ചുകൊണ്ടും എല്ലാത്തിനും സാക്ഷിയായി എല്ലായിടത്തും ഉണ്ടല്ലോ. പിന്നെന്താ ലമഅൽ മുഹ്സിനീൻ? ഇങ്ങനെ ധർമ്മസമരം ചെയ്യുന്ന, മനസ്സിന് പിടിച്ചു വെക്കുന്ന, എന്നെ സ്നേഹിച്ച ആ വഴിയിലെ നടന്നു നീങ്ങുന്ന ആളുകളുടെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹ തആല ലമഅഹും ബിൽഔനി വന്നസ്രി വൽ മഹബ്ബതി. എല്ലാരെ കൂടെയും അള്ളാഹു ഉണ്ടെങ്കിലും ഈ ആളുകളോടുകൂടെ അള്ളാഹു നിൽക്കുന്നത് എങ്ങനെ? ബിൽഔനി വന്നസ്രി, അവരെ സഹായിച്ചുകൊണ്ട് അള്ളാഹു അവരെ കൂടെയുണ്ടാകും. അവരെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കാത്തുകൊണ്ട് അള്ളാഹു കൂടെയുണ്ടാകും. വൽ മഹബ്ബതി, സ്നേഹം കൊണ്ട് അള്ളാഹു അവരെ കൂടെയായിരിക്കും. ഫഹിയ മഇയ്യത്തുൻ ഖാസ, അതൊരു പ്രത്യേക ആനുകൂല്യവും പദവിയുമാകുന്നു, അള്ളാഹു നൽകുന്ന പദവിയാകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ആയത്തൊക്കെ പഠിക്കുകയും ലോകത്തിന് പഠിപ്പിക്കുകയും ചെയ്ത മഹാന്മാർ നാം ആരെ കണ്ടാ പഠിക്കേണ്ടത്? ഖുർആൻ തന്നെ പറഞ്ഞു, നിങ്ങൾ നബിമാരെ കണ്ടു പഠിക്കണം. നബിമാരെ പിന്തുടർന്ന അനുയായികളെ കണ്ടു പഠിക്കണം. അവരെ പിന്തുടർന്ന ആളുകളെ കണ്ടു പഠിക്കണം. അവരെ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അങ്ങനെ ഇത്തിബാഅ് ചെയ്ത ആളുകളെ കണ്ടു പഠിക്കണം. അവരെങ്ങനെയാണ് മുജാഹദ നടത്തിയത്? എങ്ങനെ അവർ മുജാഹദ നടത്തി? മഹാനായ യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാ ഒരു അനുഭവം പറയുന്നു. അദ്ദേഹത്തിന്റെ ഗുരുവിൽ നിന്നു കണ്ട ഒരു അനുഭവം. ആരാ? യഹ്യ ഇബ്നു മുആദ് എന്ന ജ്ഞാനിയുടെ ഗുരു അബൂ യസീദുൽ ബിസ്താമി തന്നെ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം ഗുരുനാഥനെ കാണാൻ ഇശാ നമസ്കാരത്തിനു ശേഷം കടന്നു ചെന്നപ്പോ തന്റെ ഗുരുവിനെ ആ രാത്രിയിൽ കണ്ടത് തല താഴേക്ക് പിടിച്ച് കണ്ണുകൾ രണ്ടും മേൽപോട്ട് ഉയർത്തി ഒരൊറ്റ ഇരിപ്പ്. തല താഴേക്ക് താഴ്ത്തി പിടിച്ച് കണ്ണുകൾ രണ്ടും മേൽപോട്ടാക്കിയിട്ട് ഒരൊറ്റ ഇരിപ്പ്. ഇതെന്ത് ഇബാദത്ത്? അത് ഖുർആനിലുണ്ടോ? ഇത് ഹദീസിലുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ കോഴിയിറച്ചി തിന്നാൻ പൂതിയായപ്പോ താനതെടുത്തിട്ട് ചങ്ങാതിക്ക് കൊടുക്കണം എന്ന ഖുർആന്റെ നിർദ്ദേശം ഉണ്ടോ? ഹദീസിൽ അങ്ങനെ ഉണ്ടോ?
ഉണ്ട്. മുജാഹദ എന്നാ അള്ളാഹു പഠിപ്പിച്ചത്. മുജാഹദയ്ക്ക് വ്യത്യസ്തങ്ങളായ രീതികളും രൂപങ്ങളും ഉണ്ടാകും. അതേതാ താൻ ചെയ്യേണ്ടതെന്ന് താനാ തീരുമാനിക്കേണ്ടത്. തന്റെ മനസ്സിനെ ഒന്ന് പിടിച്ചു കെട്ടാൻ ഏത് മാർഗ ഞാൻ സ്വീകരിക്കേണ്ടത് അത് ഞാൻ എടുക്കണം. അത് മറ്റുള്ളവനത് ബാധകാവൂല, അവനത് മരുന്നുമാവുകയില്ല. ഓരോ രോഗത്തിനും ഓരോ മരുന്നല്ലേ. പനിരോഗം പിടിപെട്ടവൻ വയറുവേദനയുടെ മരുന്ന് കുടിക്കാൻ പറ്റൂലല്ലോ, അസുഖം നോക്കി ചികിത്സിക്കണ്ടേ. ഈ ഇരിപ്പിരിക്ക തല താഴ്ത്തി പിടിച്ച് കണ്ണ് രണ്ടും മേൽപോട്ടുയർത്തി ഒരൊറ്റ ഇരിപ്പ്. മഹാനായ യഹ്യ ഇബ്നു മുആദ് പിറകിൽ നിന്ന് ഇങ്ങനെ നോക്കണി. എന്താ പുസ്തകത്തിന്റെ പണി? കയ്യിൽ ഖുർആൻ ഉണ്ടോ? ഇല്ലല്ല. തസ്ബീഹുമാല ഉണ്ടോ? തസ്ബീഹുമാല അതും കാണുന്നില്ല. തസ്ബീഹുമാല അങ്ങനത്തെ ആൾക്കാരിൽ ഒന്നും കാണില്ല. അവരെപ്പോഴും ദിക്റില്ല. അവരെ ശ്വാസോച്ഛ്വാസം വരെ അല്ലാ 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഈ കണക്ക് വെക്കുന്നത് കണക്ക് വെച്ച് ചൊല്ലിക്കോ, കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം പതിവായിട്ട് 200 ചൊല്ലും 500 ചൊല്ലൊക്കെ നല്ല തന്നെയാണ്. പക്ഷേ അതില് ഏറിയ കൂറും ഈ സാധനം ഉപയോഗിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാല് ഒരു വിഭാഗം പറഞ്ഞു ഇത് കയ്യിലുണ്ടായ അങ്ങനെ ചൊല്ലും, അല്ലെങ്കിൽ ചൊല്ലൂല. അപ്പൊ ഈ പ്ലാസ്റ്റിക്കിന്റെ സാധനം ഉണ്ടായാലേ പഠിച്ചവന് ഓർമ്മ വരുള്ളൂ. അത് എത്രമാത്രം അർത്ഥമില്ലാത്തൊരു വാക്കാ. ഇത് കയ്യിലുണ്ടായ അങ്ങനെ ചൊല്ലു, അല്ലെങ്കിൽ ചൊല്ലൂല. ഈ ഒരു യന്ത്രം അല്ലെങ്കിൽ ജപമാല അത് കയ്യിലുണ്ടെങ്കിലേ പഠിച്ചവന് ഓർമ്മ വരുള്ളൂ. അങ്ങനെ അങ്ങനെയേ സ്മരണ വരുന്നുള്ളൂ എങ്കിൽ ഇത് മാറ്റണം നിർബന്ധമായിട്ടും. അല്ലെങ്കിൽ അള്ളാനോട് കണക്ക് വെക്കാം, പഠിച്ചവനെ 70,000 ചെല്ലിയിട്ടുണ്ട്, മര്യാദക്കിന് അതിന്റെ കൂലി തരണം. അല്ലെങ്കിൽ പഠിച്ചവന് കണക്ക് തെറ്റും. നമ്മളിപ്പോ സൃഷ്ടികൾ തമ്മിലുള്ള ഇടപാടില് കണക്ക് വെക്കുമല്ലോ. നമുക്ക് കണക്ക് പിഴച്ചു പോകാം, മറുചേരിക്ക് പിഴച്ചു പോകാം. അപ്പൊ ഇത് എഴുതിയോ കണക്കാക്കി വെച്ചാല് അപ്പൊ ഞാൻ ചെല്ലിയത് കണക്ക് വെക്കുക, കണക്കിൽ കൂലി കിട്ടാൻ. ഇതൊന്നുമില്ലെങ്കിലോ ജനങ്ങളെ കാണിക്കാൻ. ഇങ്ങനെ കൂടുതൽ ശതമാനവും ഈ യന്ത്രം ഉപയോഗിക്കുന്നതിൽ അങ്ങനെ ഒരു കാര്യമുള്ളത്. പിന്നുണ്ട്, ഞാൻ എല്ലാ 100% അടച്ചാക്ഷേപിക്കുന്നില്ല. ഒരു ചെറിയ ന്യൂനപക്ഷം ഇതിലും ആത്മാർത്ഥത പുലർത്തുന്ന ആളുകളുണ്ട്. പഠിച്ചവനെ എന്നൊരു 1000 ദിക്ർ, ഞാൻ മരിച്ചു പോയിട്ട് 70,000 ചെല്ലാൻ ആരും നിൽക്കണ്ട, ജീവിതകാലത്തിന് അങ്ങോട്ട് ചെല്ല, എന്നിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ 1000 കണക്ക് വേണമല്ലോ, അതിനുവേണ്ടി കണക്ക് കുഴപ്പമില്ല. ഉസ്താദിന്റെ കയ്യിൽ ജപമാല ഉണ്ടോ? ഇല്ല. ഖുർആൻ ഉണ്ടോ? ഇല്ല. മഹാൻ തല താഴേക്ക് പിടിച്ച് കണ്ണുകൾ മേൽപോട്ടുയർത്തിയിരിക്കുകയാണ്. യഹ്യ ഇബ്നു മുആദ് പിറകിൽ അങ്ങനെ നിന്നു. ഉസ്താദ് ഒന്ന് ഈ ഇരുത്തൊന്ന് മാറട്ടെ. സുബ്ഹാനല്ലാഹ്, ആ ഇരിപ്പങ്ങ് നീണ്ടു. അത് അത്താഴ സമയം വരെ നീണ്ടു. സുമ്മ സജദ ഇൻദ സഹരി, അത്താഴ സമയമായപ്പോ എന്റെ ഗുരുനാഥൻ സുജൂദിലങ്ങ് വീണു. ആ ഇരിപ്പ് കുറെ നേരെ ഇരുന്നിട്ട് ഒന്നും ചൊല്ലുന്നൊന്നും കാണുന്നില്ല. സുജൂദിൽ അങ്ങ് വീണു. സുജൂദിൽ വീണു. ഫഅതാലഹു, ആ സുജൂദും നീണ്ടു, ദീർഘമായ സുജൂദ്. സുമ്മ ഖഅദ, സുജൂദിൽ നിന്ന് തല ഉയർത്തി അവിടെ ഇരുന്നിട്ട് എന്റെ ഗുരു 2 കൈയും ഉയർത്തി അള്ളാഹുവിനോട് ഒരു പ്രാർത്ഥന നടത്തുകയാണ്. ഇതൊക്കെ ഞാൻ പിറകിൽ നിന്ന് കാണുകയാണ്. ഞാനെങ്ങനെ ഒളിച്ചും കട്ടും നോക്കാൻ പാടുണ്ടോ? പക്ഷേ ഉസ്താദിന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് എനിക്ക് എന്നും സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഉസ്താദിനെ തടസ്സം ചെയ്യാത്ത നിലയിൽ ഞാൻ പിറകിൽ നോക്കി നിൽക്കുക. എന്തൊക്കെ ഇബാദത്താ ഉസ്താദിന്റെ രാത്രിയിലെ കർമ്മങ്ങൾ, വിറുതുകൾ ഞാൻ നോക്കുകയാണ്. ഈ ഇരിപ്പ് കഴിഞ്ഞ് സുജൂദിൽ വീണ് കുറെ സമയം സുജൂദിൽ കിടന്നിട്ട് തല ഉയർത്തി ഒരു പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്ന ഖൗമൻ തലബൂക ഫഅഅതൈതഹും അൽമശിയ അലൽ മാഅ് വൽമശിയ ഫിൽ ഹവാഅ്. പടച്ചവനെ, ഒരു വിഭാഗം ആളുകൾ നിന്നെ അന്വേഷിച്ചിറങ്ങി, നിന്നെ തേടി ഇറങ്ങി. അങ്ങനെ നിന്നെ തേടി ഒരു വിഭാഗം ഇറങ്ങിയപ്പോ ഫഅഅതൈതുഹും അൽമശിയ അലൽ മാഅ് വൽമശിയ ഫിൽ ഹവാഅ്. നീ ആ ആളുകൾക്ക് കൊടുത്തത് എന്തറിയോ? വെള്ളത്തിനു മീതെ നടക്കാനുള്ള കറാമത്ത് കൊടുത്തു. വൽമശിയ ഫിൽ ഹവാഅ്, കാറ്റിലൂടെ പറക്കാനുള്ള കഴിവ് കൊടുത്തു. ഒരു വിഭാഗം ആളുകൾ നിന്നെ തേടി ഇറങ്ങി അവർ വഴിയിലൂടെ മുന്നോട്ട് പോയപ്പോ നീ അവർക്കൊരു അപ്പക്കഷ്ണം എറിഞ്ഞു കൊടുത്തു. എന്താ അപ്പക്കഷ്ണം? ഒരു കറാമത്ത്. എന്താ കറാമത്ത്? വെള്ളത്തിനു മീതെ, തോണിയില്ലാതെ, കപ്പലില്ലാതെ വെറും വെള്ളത്തിലൂടെ നടന്നു പോകാനുള്ള കഴിവ് അവർക്ക് കൊടുത്തു. ഔലിയാക്കളിൽ അങ്ങനത്തെ കഴിവുള്ളവരുണ്ട് എന്ന് സീറകളിലും താരീഖുകളിലും എമ്പാടും കാണാം. വൽമശിയ ഫിൽ ഹവാഅ്, കാറ്റിലൂടെ നടക്കാനുള്ള കഴിവ് കൊടുത്തു ചിലർക്ക്. ഫറളൂ ബിദാലിക, ആ ആളുകൾ അതിൽ സംതൃപ്തരായി, അതിലങ്ങ് ഇഷ്ടപ്പെട്ടു. അവരവിടെ നിന്നു. അവരുടെ യാത്ര അവർ നിർത്തി.
ഈ കുദറത്ത് അള്ളാഹ് അവർക്ക് കൊടുത്തപ്പോ അവരവിടെ നിന്നു, പിന്നെ മുന്നോട്ട് പോയില്ല. ആ കറാമത്ത് കിട്ടിയതിൽ അവർ സന്തോഷത്തിൽ അവിടെ നിന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ദാലിക. അങ്ങനെ എന്റെ ആത്മീയ സഞ്ചാരത്തിൽ അങ്ങനെ ഒരു അപ്പക്കഷ്ണം എറിഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാമെന്ന് പഠിച്ചവരെ നീ തീരുമാനിക്കരുത്. എനിക്ക് അങ്ങനത്തെ കഴിവ് വേണ്ട, നിന്നോട് ഞാൻ കാവൽ തേടുന്നു പഠിച്ചോനെ, എനിക്ക് അത്തരം കറാമത്തൊന്നും വേണ്ട. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ദാലിക വ ഇന്ന ഖൗമൻ തലബൂക. വേറെ ഒരു വിഭാഗം നിന്നെ തേടി ഇറങ്ങി പഠിച്ചവനെ, നിന്നെ അന്വേഷിച്ച് ഒരു വിഭാഗം ഇറങ്ങിയപ്പോ ഫഅഅതൈതഹും തയ്യൽ അർള്. ഭൂമി നീ ചുരുട്ടി കൊടുത്തു അവർക്ക്, ഭൂമി അവരുടെ കയ്യിലേക്ക് ചുരുട്ടി വെച്ചു കൊടുത്തു. അവർ അതിൽ സമാധാനിച്ചു, പൊരുത്തപ്പെട്ടു, അവിടെ നിന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, എനിക്ക് അത് വേണ്ട പഠിച്ചോനെ. വേറെ ഒരു വിഭാഗം നിന്നെ അന്വേഷിച്ചിറങ്ങി. അപ്പോൾ നീ അവർക്ക് കൊടുത്തത് കുനൂസൽ അർള്, ഭൂമിയിലെ നിധി നിക്ഷേപങ്ങളൊക്കെ അവർക്ക് നീ കാണിച്ചു കൊടുത്തു. ഭൂമിയിലെ എല്ലാ നിധിയും നിക്ഷേപങ്ങളും അവർക്ക് നീ കാണിച്ചു കൊടുത്തു. അവർ അതിൽ സംതൃപ്തരായി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ദാലിക്, എനിക്ക് അതും വേണ്ട പഠിച്ചവനെ. ഹത്താ അദ്നൈഫം വഇശ്രീന മഖാമൻ മിൻ കറാമാത്തിൽ ഔലിയാ. മഹത്തുക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന അത്ഭുതങ്ങളിൽ 20ഓളം കാര്യങ്ങൾ ഉസ്താദ് കൈ ഉയർത്തി പറഞ്ഞു. ഇതൊന്നും എനിക്ക് വേണ്ട, ഇതൊന്നും എന്റെ ലക്ഷ്യമല്ല. അതൊക്കെ എനിക്ക് നീ തന്നാലും എന്റെ മനസ്സിന് സമാധാനം ഉണ്ടാവുകയില്ല. റബ്ബേ, എനിക്ക് വേണ്ടത് നിന്നെ മാത്രം, എന്റെ ലക്ഷ്യം നീ മാത്രം, എന്റെ അന്വേഷണം നിന്റെ തൃപ്തി മാത്രം, എന്റെ ഊർജം നിന്നോടുള്ള മഹബ്ബത്ത് മാത്രം. ഇതാണ് ഉസ്താദിന്റെ ദുആ. ഈ ദുആക്കിടയിൽ ഫൽതഫത, പെട്ടെന്ന് തിരിഞ്ഞപ്പോ ഫറആനി എന്നെ കണ്ടു. എന്നെ കണ്ടപ്പോ ചോദിച്ചു, ആരാ? യഹ്യയോ? അതേ സയ്യിദി ഉസ്താദി, അതേ യഹ്യയാണ്. എപ്പോ വന്നു? കുറച്ചു നേരമായി. അപ്പോഴേക്കും മണിക്കൂറുകളായിരുന്നു ആ ശിഷ്യൻ അവിടെ നിൽക്കുകയായിരുന്നു. യഹ്യ ഇബ്നു മുആദ് പറയുന്നു, ഞാൻ എന്റെ ഗുരുവിനോട് പറഞ്ഞു, എനിക്ക് നന്മ പഠിപ്പിച്ചു തരൂ, എനിക്ക് തത്വോപദേശങ്ങൾ പറഞ്ഞു തരൂ. ആ സമയത്ത് അബൂ യസീദ് തങ്ങൾ പറഞ്ഞു, അല്ലാഹു ആകാശഭൂമികളിലുള്ള ഒരുപാട് അത്ഭുതങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. ഒരുപാട് ഖുദ്റത്തുകളും നിഅമത്തുകളും എന്റെ മുന്നിൽ വെച്ച് തന്നിട്ട് റബ്ബെന്നോട് പറഞ്ഞു, സൽനി, ചോദിച്ചോ, ഞാൻ തരാൻ നിനക്ക്. നീ എന്റെ ഇഷ്ടം നോക്കി ജീവിച്ചല്ലോ, നിന്റെ ഇഷ്ടങ്ങളൊക്കെ എന്റെ ഇഷ്ടത്തിന് വേണ്ടി നീ ബലി കഴിച്ചല്ലോ, അതുകൊണ്ട് ഇപ്പോൾ നീ നല്ല സ്ഥാനത്തെത്തിയിട്ടുണ്ട്. സൽനി, ചോദിച്ചോളൂ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന മേഖലയിൽ നീ എത്തിയിട്ടുണ്ട്, ചോദിച്ചോ. ഒരുപാട് നിഅമത്തുകൾ, അനുഗ്രഹത്തിന്റെ കൂമ്പാരങ്ങൾ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അല്ലാഹു ചോദിച്ചു, സൽനി യാ അബ്ദി, ചോദിച്ച മോനെ ഞാൻ തരാ. ഞാൻ പറഞ്ഞു, യാ റബ്ബി, മാ റഅയ്തു ശൈഅൻ ഇസ്തഹ്സൻതുഹു ഫഅസ്അലുക ഇയ്യാ. നിന്നോട് ചോദിക്കാൻ നിന്റെ സൃഷ്ടികളിൽ ഞാൻ ഒന്നിനെയും കണ്ടില്ലല്ലോ. നീ പടച്ചു വെച്ച മഖ്ലൂഖാത്തിൽ നിന്നോട് ചോദിച്ചു വാങ്ങാൻ പറ്റിയ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ലല്ലോ പടച്ചോനെ. ഇല്ലാ അന്ത, നിന്നെയല്ലാതെ. എനിക്ക് വേണ്ടത് നിന്നെ മാത്രാണ്. അതിനാണ് എന്റെ ഈ പരിശ്രമം, അതിനാണ് ഉറക്കം ഞാൻ മാറ്റിവെച്ച് ഞാൻ മുജാഹദ നടത്തുന്നത്. മുജാഹദീന്ന് ആരും ഒഴിവാവില്ല. അള്ളാന്റെ റസൂല് മുജാഹദ നടത്തിയില്ലേ? അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, അങ്ങയുടെ മുൻപാപങ്ങളും പിൻപാപങ്ങളും എല്ലാം പുറത്തു തന്നിട്ടുണ്ട് എന്ന് ഖുർആനിൽ അള്ളാഹ് അറിയിച്ചു. എന്നിട്ട് നിർത്തിയോ മുജാഹദ? ഇല്ലല്ലോ. കാലിൽ നീര് വരുന്നത് വരെ നിന്നല്ലോ രാത്രി, അല്ലേ? കാലിൽ നീർക്കെട്ട് വന്ന് വീർത്തല്ലോ, നിർത്തിയോ? എത്ര ഉന്നതമായ മഖാമിലെത്തിയാലും മുജാഹദ നിൽക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും വഫാത്തിന്റെ ഘട്ടം വരെ ആ മേഖലയിൽ നിന്ന് പിന്മാറിയിട്ടേ ഇല്ല. ഇതൊക്കെ വെച്ച് തന്ന് എന്നോട് റബ്ബ് ചോദിക്കാൻ പറഞ്ഞപ്പോ പടച്ചവനെ നീ മതി എനിക്ക് എന്ന് പറഞ്ഞു. റബ്ബെന്നോട് കശ്ഫിലൂടെ എന്നോട് പറഞ്ഞു, അൻത അബ്ദി ഹഖാ തഅബുദുനി ലിഅജലി സിദ്ഖാ. മോനെ, നീയാണ് എന്റെ യഥാർത്ഥ അടിമ, നീയാണ്. ഒരുപാട് ആളുകൾ സ്വർഗ അടിമകളാണ്, ഒരുപാട് ആളുകൾ നരകത്തിന്റെ അടിമകളാണ്, ഒരുപാട് ആളുകൾ ദേശത്തിന്റെ അടിമകളാണ്, ഒരുപാട് ആളുകൾ കാമത്തിന്റെ അടിമകളാണ്, ഒരുപാട് ആളുകൾ ആർത്തിയുടെ അടിമകളാണ്, ഒരുപാട് ആളുകൾ കോപത്തിന്റെ അടിമകളാണ്.
ഒരുപാട് ആളുകൾ സ്വർഗത്തിന്റെ അടിമകളാണ്. മോനെ അന്ത അബ്ദീ ഹഖ്ഖാ, നിന്റെ ലക്ഷ്യം ഞാൻ മാത്രമാണല്ലോ, അതുകൊണ്ട് വാസ്തവത്തിൽ യാഥാർത്ഥ്യത്തിൽ നീയാണ് എന്റെ അടിമ. തഅബ്ദുനീ ലിഅജലി സിദ്ഖാ, സത്യസന്ധമായി എനിക്ക് ഇബാദത്ത് നടത്തുന്നത് നീ തന്നെയാകുന്നു. ഇവരൊക്കെ അള്ളാഹിനോട് ചോദിച്ച അപ്പ അള്ളാഹു കൊടുക്കും. പക്ഷെ അവര് ചോദിക്കൂല. സ്നേഹനിധിയും സൽഗുണ സമ്പന്നയുമായ ഒരു ഭാര്യ ഭർത്താവിനോടൊന്നും ചോദിക്കൂല. ചോദിക്കോ? എന്റെ ഇക്ക എനിക്ക് ഏത് വസ്ത്രം വേണം സെലക്ട് ചെയ്തോട്ടെ, കൊടുന്നു തരട്ടെ, കൊണ്ടുവന്ന് കൊടുത്താലോ സന്തോഷത്തോടെ മേടിച്ചു വെക്കും. ഒന്നും അവൾ അങ്ങോട്ട് പറയൂല. തികഞ്ഞ ഒരു ഭാര്യ. ഞാൻ പറയുന്ന ഭാര്യ നല്ല ഒരു ഭാര്യ എന്ന് പറഞ്ഞ് പണ്ട് പോസ്റ്ററിൽ എന്തോ സിനിമ എന്തോ കണ്ടിരുന്നു. ആ ഭാര്യന്റെ കഥയല്ല പറയുന്നത്. ഇസ്ലാം പഠിപ്പിച്ച ഒരു പെണ്ണ്, ഒരു മാതൃകാ വനിതയായി ഉമ്മഹാത്തുൽ മുഅ്മിനീനെ പിൻപറ്റി, ചരിത്രത്തിലെ മാതൃകാ വനിതകളെ പിൻപറ്റുന്ന ഒരു പെണ്ണ്, ആ പെണ്ണ് ഒരു സഹധർമ്മിണിയായി ഒരു മുഅ്മിനായ മനുഷ്യന്റെ കീഴിൽ ജീവിക്കുമ്പോൾ അവൾക്ക് ആവശ്യം ഉണ്ടാവില്ല. അവൾക്ക് ആവശ്യം ഒന്ന് മാത്രമായിരിക്കും, ഭർത്താവിന്റെ പൊരുത്തം. ഭർത്താവിന്റെ പൊരുത്തം കിട്ടി അവൾക്ക് എല്ലാം കിട്ടി. അല്ലേ? ഒരു പെണ്ണ് മരിച്ചു, വസൗജുഹാ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന ഖാല റസൂലുള്ളാഹി. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അല്ലേ? സൗജ്, പെണ്ണ് മരിക്കുന്ന സമയത്ത് ഭർത്താവ് അവളെ കാര്യത്തിൽ പൊരുത്തപ്പെട്ടായിരുന്നു. നേരത്തെ ഭർത്താവ് മരിച്ചു പോയിക്കോട്ടെ, അല്ലാതിരിക്കട്ടെ. ഇവള് മരിക്കുന്ന നേരത്ത് അയ്യുമംറഅത്തിൻ, ഏത് പെണ്ണാകട്ടെ, ഖുറൈശി പെണ്ണോ അറബി പെണ്ണൊന്നും ആകണ്ട, അയ്യുമംറഅത്തിൻ, ഏത് പെണ്ണാകട്ടെ, മാത്തത്ത്, അവൾ മരിക്കുന്ന സമയത്ത്, വൽജുഹാ അൻഹാ റാളിൻ, അവളുടെ കാര്യത്തിൽ അവളുടെ ഭർത്താവ് സംതൃപ്തനായിരുന്നുവെങ്കിൽ, ദഖലത്തിൽ ജന്ന, സ്വർഗത്തിന്റെയും അവളുടെയും ഇടയിൽ മറയില്ല, ചുമരില്ല, ഒന്നൊഴികെ, മരണമൊഴികെ. മരണം എന്നുള്ള ഒരു മറ മാത്രമേ ഉള്ളൂ സ്വർഗത്തിന്റെയും ആ പെണ്ണിന്റെയും ഇടയിൽ. ആ മറ കണ്ട് മാറിയാലോ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിലാണ്. അപ്പൊ സൽഗുണ സമ്പന്നയായ ഭാര്യ, അവൾക്ക് ആവശ്യങ്ങൾ ഉണ്ടാവൂല ഭർത്താവിനോട്, അവളുടെ ഇഷ്ടങ്ങൾ അങ്ങനെ എണ്ണിപ്പെറുക്കി പറയുകയില്ല. ഇതുപോലെ റബ്ബ് തആലയെ മാത്രം നോക്കി നിൽക്കുന്ന ആരിഫ്, മുഹിബ്, അവനങ്ങനെ നിന്നു കൊടുക്കായിരിക്കും, ഒന്നും ആവശ്യപ്പെടൂല. പടച്ചോൻ അറിയാലോ തനിക്ക് എന്താ തരണ്ടെന്ന്, അവൻ തരുമല്ലോ. തരുന്നതിലൊക്കെ പൊരുത്തപ്പെട്ട് നിന്നങ്ങനെ കൊടുക്കും. എത്രത്തോളം? ശത്രുക്കളിൽ നിന്നുള്ള മോചനം പോലും അവർ തേടൂലാന്നാ. അല്ലേ? ഉഹദ് യുദ്ധത്തിൽ മുത്തുനബിയുടെ പുന്നാര മുൻപല്ലുകൾ എറിഞ്ഞ് തകർത്ത സമയത്ത് പർവ്വതങ്ങളെ കാക്കുന്ന മാലാഖ വന്ന് ചോദിച്ചല്ലോ, ഈ ഖുറൈശി കൂട്ടത്തെ ഈ മല പൊക്കി അവരുടെ തലയുടെ മുകളിലൂടെ ഇട്ടിട്ട് നശിപ്പിച്ച് കളയട്ടെയോ ഹബീബേ? അദാബിന്റെ മലക്ക് വന്ന് ചോദിച്ചല്ലോ, ഈ മലക്കിടയിലിട്ട് അവരെ ഞെരിച്ചു കൊല്ലട്ടെ? റസൂല് പറഞ്ഞു, ഇത് വേണ്ടാന്ന് പറഞ്ഞതിൽ നമുക്ക് പഠിക്കാൻ പല പാടുണ്ട്. അള്ളാന്റെ റഹ്മത്ത്, റസൂലിന്റെ റഹ്മത്ത്, കാരുണ്യം, ആ കാരുണ്യത്തിന്റെ പ്രകടനം ഒരു പാടാണ്. വേറൊരു പാടെന്താ? അള്ളാഹു വെക്കുന്നതിൽ വിധിക്കുന്നതിൽ പൊരുത്തപ്പെട്ട് നിന്നു കൊടുക്കുക എന്നുള്ള പാഠം. മൂന്നാമതൊരു പാടുണ്ട് ഈ സംഭവത്തിൽ. വേണ്ട അവരെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞതിൽ മൂന്നാമതൊരു പാടുണ്ട്. അതെന്താ? ഈ സമൂഹത്തെ, തന്റെ മുന്നിലുള്ള സമുദായത്തെ തീയിലാണ്, അഗ്നിയിലാണ് നട്ടു വളർത്താൻ പുന്നാര നബി തീരുമാനിച്ചത്. അഗ്നിയിൽ വളരണം സഹാബത്ത്, എന്നാ പിന്നെ വെയിലത്ത് വാടിപ്പോവില്ല. മലക്ക് വന്ന് ചോദിച്ചു, ഖുറൈശി കൂട്ടത്തെ ഒന്നടങ്കം നശിപ്പിക്കട്ടെ? റസൂല് പറഞ്ഞു, ഓക്കെ, നശിപ്പിച്ചു. പിന്നെ ഇവർ പ്രതിസന്ധി അറിയൂല, കഷ്ടപ്പാട് അറിയൂല, ഇവർക്ക് പ്രയാസങ്ങൾ അറിയൂല, ഇവരുടെ ഈമാനിന് ഓജസ്സും തേജസ്സും കുറഞ്ഞു പോകും. ഇവരുടെ ഈമാനിനെ മാറ്റുരക്കാനുള്ള ഘട്ടങ്ങളും അവസരങ്ങളും വേണം. പടച്ചോനെ നശിപ്പിക്കരുത്. ഒരിക്കൽ ബസറ പട്ടണത്തിൽ സുഡാനിൽ നിന്നുള്ള കറുത്ത മല്ലന്മാരായ ഒരു വിഭാഗം കൊള്ളക്കാർ ബസറ പട്ടണത്തിൽ കയറി. ഫഖതലുൽ അൻഫുസ വനഹബുൽ അംവാൽ. ഇമാം ഗസാലി ഇഹ്യയിൽ പറയുന്നുണ്ട്, ബസറ പട്ടണത്തിൽ ഈ സുഡാനിലെ മല്ലന്മാർ കയറി വന്നിട്ട് ഒരുപാട് ആളുകളെ കൊല്ലുകയും കൊള്ളയടിക്കുകയും ചെയ്തു. വല്ലാത്തൊരവസ്ഥ. കൊള്ളക്കാർ ബസറ പട്ടണം കൈയടക്കിയപ്പോ അന്ന് സഹ്ലു ബിനു അബ്ദില്ലാഹി തുസ്തുരി റഹിമഹുല്ല ജീവിക്കുന്ന കാലാണ്. ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളാണ്. ആ മനുഷ്യന്റെ മുന്നിലേക്ക് ആൾക്കാർ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ലൗ ദഅഉതല്ലാഹ തആല ദഫഅഹും, അല്ലാഹുവോട് ഇവരെന്ന് തടയാൻ വേണ്ടി ദുആ ചെയ്താൽ എന്താ?
ഈ അക്രമികൾ നാട് കളവ് നടത്തുന്നു, ഒരുപാട് ആളുകളെ കൊന്നിരിക്കുന്നു, ഇവർ കൊള്ള ചെയ്യുന്നു. റബ്ബിനോടൊന്ന് ദുആ ചെയ്തുകൂടെ അക്രമികളെ തുരത്താൻ? ഫസക്കത്ത, ഒന്നും മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു, ഇന്ന ലില്ലാഹി തആല ഇബാദൻ ഫീ ഹാദിഹിൽ ബൽദ. ഞാൻ മാത്രല്ല, ഈ നാട്ടിൽ ഒരുപാട് അള്ളാന്റെ അബ്ദുകളുണ്ട്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളുകളുണ്ട്. ലൗ ദഅഉ അലല്ലാലിമീന ലം യുസ്ബിഹ് അലാ വജ്ഹിൽ അർളി ളാലിമുൻ ഇല്ലാ മാത ഫീ ലൈലത്തിൻ വാഹിദ. ഈ നാട്ടിൽ കുറച്ച് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളുകളുണ്ട്. അക്രമികൾക്കെതിരെ കയ്യൊന്ന് ഉയർത്തി ഒരു കാര്യം അള്ളാഹിനോട് ചോദിച്ചാൽ ലം യുസ്ബിഹ് അലാ വജ്ഹിൽ അർളി ളാലിമുൻ ഇല്ലാ മാത ഫീ ലൈലത്തിൻ വാഹിദ. ഈ രാത്രി തന്നെ അല്ലാഹു മുഴുവത്തിനെയും തകർക്കും. പക്ഷേ വലാകിൻ ലാ യഫ്അലൂൻ, അവരങ്ങനെ ദുആ ചെയ്യൂല. ഇപ്പൊ ഇവിടെ കൊള്ളക്കാര് വന്നിട്ട് ആളുകളെ കൊന്നു, കൊള്ളയടിച്ചു എന്നല്ലേ പരാതി. പടച്ചവനോട് ദുആ ചെയ്യണം എന്നുള്ളതല്ലേ ആവശ്യം. ഇവിടെ റബ്ബിനോട് ചോദിച്ചാൽ ഈ നാട്ടിലെ ഒറ്റ അക്രമികളെയും ബാക്കി വെക്കാതെ ഈ രാത്രി കൊണ്ട് തന്നെ റബ്ബ് തകർക്കും. അത്ര പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പവറുള്ള ആളുകൾ ഈ ബസറയിലുണ്ട്. വലാകിൻ ലാ യഫ്അലൂൻ, അവർ ദുആ ചെയ്യൂല. ഖീല ലിമ, എന്താ അവര് ദുആ ചെയ്യാത്തത്? നാട്ടുകാരെ കഷ്ടപ്പാട് കാണുന്നില്ലേ? അക്രമികളുടെ പേക്കൂത്ത് കാണുന്നില്ലേ? പിന്നെന്താ ദുആ ചെയ്യാത്തത്? ഒന്നുമല്ല, ലിഅന്നഹും ലാ യുഹിബ്ബൂന മാ ലാ യുഹിബ്ബു. മേലെയുള്ള തമ്പുരാനാണ് സുഡാനിൽ നിന്നുള്ള കൊള്ളക്കാരെ ഇങ്ങോട്ട് കയറ്റിവിട്ടത്. എന്തിനാ കയറ്റിവിട്ടത്? നാട്ടുകാർ കുറച്ച് പഠിക്കണം. ദുബൈ സാമ്പത്തിക ക്ലേശത്തിൽ വന്നപ്പോ കുറെ അറബികൾ പാഠം പഠിച്ചല്ലോ. അറബികളുടെ പളപളപ്പിൽ ജീവിക്കുന്ന മലയാള നാട്ടിലെ ഒരുപാട് സമ്പന്നന്മാരും പാഠം പഠിച്ചു. നാട്ടിൽ വന്നു, മര്യാദക്കാരായി. അവര് കിബറിന്റെ കുപ്പായൊക്കെ ഊരി വെച്ചു. എന്തേ? അവിടെ സാമ്പത്തിക മാന്ദ്യം വന്നു. ചില നാട്ടിൽ ഇങ്ങനെ വരേണ്ടി വരും. മഹാനായ അബൂ യസീദ് റഹിമഹുല്ല പറയാണ്, മേലുള്ള തമ്പുരാൻ വിട്ടതാണ് ഈ അക്രമികളെ നാട്ടുകാരെ പാഠം പഠിപ്പിക്കാൻ. റബ്ബ് ഇഷ്ടപ്പെട്ട് പറഞ്ഞയച്ച ആളുകളെ, റബ്ബ് ഇഷ്ടപ്പെട്ട് പറഞ്ഞു വിട്ട ആളുകളെ തുരത്താൻ മുഹിബ്ബുകൾ ആരും തന്നെ പ്രാർത്ഥിക്കുകയില്ല തന്നെ. ഇതാണ് മഹാന്മാരുടെ മഖാമ്, മുഹിബ്ബുകളുടെ മഖാമ്. അങ്ങോട്ട് എങ്ങനെ എത്താം എന്നതാണ് നമ്മുടെ അന്വേഷണം. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച കൂടെ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആ മേഖലയിൽ എത്താനുള്ള മാർഗം മുജാഹദയുടെ മുറാഖബയുടെ മാർഗമാണെന്ന് പറഞ്ഞു. അതിൽ ചെറിയ ഭാഗേ പറഞ്ഞിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് എന്റെയും നിങ്ങളുടെയും മനസ്സിനെ റബ്ബിലേക്ക് കൊണ്ടുപോകണ്ടേ? കൊണ്ടുപോകാൻ വലിയ തടസ്സം നമ്മുടെ മൃഗീയ ഗുണങ്ങളുള്ള ശരീരമാണ്. അതിൽ നിന്ന് രോധിച്ച് റബ്ബിലേക്ക് കൊണ്ടുപോകാനുള്ള ട്രെയിനിങ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതുകൂടെ പറഞ്ഞ് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ലക്ഷ്യമാക്കി അവനെ സ്നേഹിച്ച് മുന്നേറാനുള്ള മഹാഭാഗ്യം നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദത്തിന്റെ ഉടമ ഷിഹാബുദ്ദീൻ ഫൈസി, ഇമാം ടൗൺ ജുമാ മസ്ജിദ്, പെരുമ്പാവൂർ. This program sponsored by മേളം മെൻ സ്റ്റുഡിയോ, യാത്രി നിവാസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പെരുമ്പാവൂർ. പുരുഷ വസ്ത്രങ്ങളുടെ സെലക്ഷൻ സമ്പൂർണതയുമായി ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മേളം മെൻ സ്റ്റുഡിയോ, യാത്രി നിവാസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പെരുമ്പാവൂർ.